കണ്ണൂർ എഡിഎമായിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം എതിർത്ത് പോലീസ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം പൂർത്തിയാക്കിയതെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. കേസ് വാദം കേൾക്കാനായി അടുത്ത മാസം 19 മാറ്റി. കണ്ണൂർ മുൻ എഡിഎം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ഭാര്യ മഞ്ജുഷ നൽകിയ തുടരന്വേഷണ ഹർജി തള്ളണമെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഉത്തരമേഖല ഐജിയുടെ ഉത്തരവ് അനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു എന്നാണ് പോലീസിന്റെ വാദം. കുറ്റപത്രത്തിന്റെ കരട് തയ്യാറാക്കി പരാതിക്കാരിയെ ബോധ്യപ്പെടുത്തിയെന്നും ആ സമയത്ത് എതിർപ്പുകൾ ഉണ്ടായില്ലെന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. എഡിഎം മരിച്ച ദിവസം കലക്ടറേറ്റ്, മുനീശ്വരൻകോവിൽ ജംഗ്ഷൻ, റെയിൽവേ സ്റ്റേഷന്റെ ഇരുവശങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം, എഡിഎമ്മിന്റെ ഔദ്യോഗിക വസതി എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച TV പ്രശാന്ത് നവീൻ ബാബുവിന്റെ ഔദ്യോഗിക വസതിക്ക് അടുത്തെത്തിയതിന്റെ ദൃശ്യങ്ങളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതൊന്നും ശേഖരിക്കാതെയാണ് കുറ്റപത്രം തയ്യാറാക്കിയതെന്ന നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. PP ദിവ്യയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി പരിശോധനാ ഫലം കോടതിയിൽ നൽകിയെന്നും റിപ്പോർട്ടിലുണ്ട്. തുടരന്വേഷണ ഹർജി പരിഗണിച്ച കോടതി കേസ് വാദം കേൾക്കാനായി അടുത്ത മാസം 19 മാറ്റി. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.